എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കാനിക്കൽ പീരീഡിന് മുമ്പ് ഒരു ഈ ഒരു ചർച്ച സനദ് ആലി കിട്ടൽ സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അത്ര തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമായിരുന്നു എന്നുള്ളതിൽ ഉലമാക്കളെടുത്ത് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു. ഏറ്റവും സിഹത്തുള്ള സനദ് ആലി എന്നാകുമ്പോൾ ചിലപ്പോൾ അതിലെന്താവാം ദ്വൈഫാവാനുള്ള സാധ്യത ഉണ്ട്. അതിലുള്ള ചിലപ്പോൾ ഒരാളെന്താവാം അത്ര തന്നെ ലൊബത്തുള്ള ആളായിക്കോളുന്നില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് നാസിലായിട്ടുള്ള സനദ് ഉണ്ടാവും, അതിലുള്ള ആൾക്കാർ റുവാത്ത് ഒന്നുകൂടി സിഖത്തു ഇതൊക്കെ ആവാം. അപ്പൊ അവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ മുഹദ്ദിസീങ്ങൾ ഇതിൽ ഈ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ലോങ് സനദാണോ അതോ ഷോർട്ട് സനദാണോ? അതിൽ ഷോർട്ട് സനദിൽ വൈഫ് ഉണ്ട്, ലോങ് സനദിൽ ഫുള്ള് സിഖത്താണ്. അപ്പൊ ഏതിന് മുന്തിക്കണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്തേക്ക് വരുമ്പോ പോസ്റ്റ് കാനിക്കൽ പീരീഡിൽ വരുമ്പോ അൽ ഇത്ലാഖ് ആ ഒരു ചർച്ച അവിടെ കാണില്ല. അവിടെ ചർച്ച എന്താണ്? ഈ സനദ് ആലിക്ക് പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ചർച്ച. സനദ് ആലി ആണെങ്കിൽ അതിന് സ്വീകാര്യത എന്നുള്ള രീതിയിലേക്ക് ചർച്ച മാറുന്നുണ്ട്. അപ്പോ റാമഹുർമുസി നിങ്ങൾ കേട്ടിട്ട് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈനൽ എന്തായിരുന്നു? അപ്പൊ ഈ ഒരു കിതാബ് റാമഹുർമുസി അതില് മൂപ്പര് അഭിപ്രായമല്ല, മൂപ്പര് കുറച്ച് സ്കോളേഴ്സിന് കോട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാല്, നേരത്തെ പറഞ്ഞല്ലോ ഈ സനദ് ആലിക്ക് സ്വീകാര്യത ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? അതിൽ കുറഞ്ഞ തെറ്റുകളുള്ള എറേസ് വളരെ കുറവായിരിക്കും. നേരെ തിരിച്ച് വേറെ ഒരു കൂട്ടം പണ്ഡിതം ആദ്യകാലത്ത് ഉണ്ടായിരുന്നതാണ്, വേറൊരു കൂട്ടം സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് സനദ് നാസിലാണ്. കാരണം സനദ് നാസിലാവുമ്പോൾ എന്താവണം, ഇതിലുള്ള ഓരോരുത്തരെ കുറിച്ചും ഇയാൾ അന്വേഷിക്കണം. അവരൊക്കെ സിഹത്തുള്ള ആൾക്കാരാണോ ലൊബ്ത്തുള്ള ആൾക്കാരാണോ സിഹത്താണോ എന്ന് അന്വേഷിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനുവേണ്ടി ഇയാൾ ഇത്രയും റിസ്ക് എടുക്കാണ്. അപ്പൊ ആ റിസ്ക് എടുക്കണോട് സനദ് നാസിൽ ആലില് 3 ആൾക്കാരെ, സനദ് നാസിലില് 6 ആൾക്കാരാണെങ്കിൽ സനദ് നാസിൽ ഈ 6 ആൾക്കാരെ കുറിച്ച് പഠിക്കണം, അന്വേഷിക്കണം. അപ്പോ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഏതിലാണ് വരുന്നത്? സനദ് നാസിലാണ്. അതുകൊണ്ട് സനദ് നാസിലാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള പറഞ്ഞ ഇതുണ്ട്. അപ്പോ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇങ്ങനെ സനദ് ആലിയെ തേടി പോവുക എന്നുള്ളൊരു ട്രെൻഡ് വന്നു. എന്നാൽ സനദ് ആലിക്ക് എന്തില്ല, എപ്പിസ്റ്റമോളജിക്കലി പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ചെയ്യാല്ല. കാരണം അത് ചെയ്യേണ്ട സാധനം അത് ഈ സനദ് ആലി ആയോണ്ടല്ല. അതെന്തുകൊണ്ടാണ്? അത് കാനലിൽ വന്നതുകൊണ്ട് അവിടെ ആദ്യം അവൈലബിൾ ആണ്. അപ്പൊ ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടി കൺവിൻസിങ് ആയിട്ടുള്ള ഈ ഒരു സംഭവം, പ്രത്യേകിച്ച് ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യണമെന്നുള്ളതിന് ഒന്നും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി ആരാ പറയുന്നത് വെച്ചാൽ അത് ഹാക്കിമുൻ നൈസാബൂരി അൽ മുസ്തദ്റക് അല സ്വഹീഹൈൻ മൂപ്പരതിലാണ്. ഇവർ പറയുന്നത് എന്ന് വെച്ചാല് സ്വഹാബത്തിന്റെ കാലത്ത് എന്തുണ്ടായിട്ടുണ്ട്, ഒരു സ്വഹാബി വേറൊരു സ്വഹാബിയിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹദീസ് പഠിച്ചിട്ടുണ്ടെന്നല്ല, വേറൊരു സ്വഹാബിയിൽ നിന്ന് ചിലപ്പോ ഒരു സ്വഹാബി 3 സ്വഹാബികള്. അപ്പൊ ഈ ഒരു സ്വഹാബിക്ക് ഹദീസ് കിട്ടുന്നത് വേറൊരു സ്വഹാബിയിൽ നിന്നാണ്. ആ സ്വഹാബി പറയുന്നത് എന്നോട് ഇന്നയാള് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വഹാബി എന്താവുണ്ട്, നേരിട്ട് ഈ രണ്ടാമത്തെ ആളോട് ചോദിച്ചിട്ട് വേറൊരാളിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ അത് വകവെക്കാതെ ഡയറക്റ്റ് ആ സ്വഹാബിയിൽ നിന്ന് ഹദീസ് കേൾക്കാൻ പോകുന്നുണ്ട്. സംഭവം മനസ്സിലായില്ല? 3 സ്വഹാബിമാരുണ്ട്. അപ്പോ എ ബി സി. അപ്പൊ സി എന്നുള്ള സ്വഹാബി, ഞാൻ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറയാണ്, സി എന്നുള്ള സ്വഹാബിക്ക് ഒരു ഹദീസ് ബിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബി പറയുന്നത് എനിക്ക് എയിൽ നിന്നാണ് ഈ ഹദീസ് കിട്ടിയതാണ്. പക്ഷെ ഇത് മാത്രം വകവെക്കാതെ സി നേരിട്ട് എയിൽ പോയിട്ട് ഈ ഹദീസ്, ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എയിൽ നിന്ന് നേരിട്ട് പോയിട്ട് എന്താവുണ്ട്, ഈ ഹദീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്കും സ്വഹാബത്ത് കുല്ലുഹും ഉദൂൽ എന്നാണ്. സ്വഹാബത്ത് എല്ലാവരും ഉദൂലാണെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അപ്പൊ ശരിക്കും ഈ സ്വാബിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ബിന്ന് ട്രാൻസ്മിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ന് ട്രാൻസ്മിറ്റ് ചെയ്താലും എന്താണ്, പ്രത്യേകിച്ച് അവിടെ എപ്പിസ്റ്റമോളജിക്ക് മാറ്റം വരുന്നില്ല. കാരണം അത് സ്വഹീഹാണ്. കാരണം സ്വഹാബത്ത് ഉദൂലാണെന്നുള്ള ലോജിക്ക്. അപ്പൊ അവിടെ എപ്പിസ്റ്റമോളജിക്കലി ഒരു ഫംഗ്ഷനും ഇല്ലാതെ സ്വഹാബത്ത് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? നബി തങ്ങളോട് പരമാവധി അടുത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു ലോജിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യണം. ഇവിടെ എന്തില്ല, പ്രത്യേകിച്ച് കാനില് ഹദീസ് ആദ്യം അവൈലബിൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഉലൂവ് സനദ് ഇറ്റ്സെൽഫ് എന്താണ്, ഒരു നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരു മുഹമ്മദ് ബിൻ അസ്ലിമ തൂസി എന്നുള്ള ഒരു മുഹദ്ദിസ് ഉണ്ട്. മൂപ്പര് പറയുന്നതാണ് ഖുർബുൽ ഇസ്നാദി ഖുർബുൻ ഇലല്ലാ എന്നുള്ള രീതിയിൽ നബി തങ്ങളോട് എടുക്കുമ്പോൾ. പിന്നെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഇതാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ. അതിനെ നമ്മളൊക്കെ എങ്ങനെ മനസ്സിലാക്കല്? കർണ്, ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് എന്നുള്ള അർത്ഥത്തിലാണല്ലോ.
പക്ഷെ ഇതിന് വേറൊരു അർത്ഥം വരികയാണ്. കർണി എന്നുള്ളത് നബിതങ്ങളും സ്വഹാബത്തിന്റെ ശേഷം ഒരാൾക്ക് ഈ ഹദീസ് കിട്ടുകയാണെങ്കിൽ, അപ്പോ നേരത്തെ പറഞ്ഞ ഉദാഹരണം ABC, അപ്പൊ അതിൽ A ഒരു ജനറേഷൻ ആണ്, പിന്നെ Aയിൽ നിന്നാണ് Bക്ക് ഹദീസ് കിട്ടുന്നത്, അത് വേറെ ജനറേഷൻ ആണ്, C വേറെ ജനറേഷൻ ആണ്. അപ്പൊ ഒരു താബിക്ക് കഴിയാണ് ബിന്റെ ഒരു സ്വഹാബിയിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അയാൾ Bക്ക് എത്തി, ആ സ്വഹാബി നേരിട്ട് നബിതങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹദീസിലുള്ള ദറജകൾക്ക് അനുസരിച്ച് കർണിനെ ഷർഹ് ചെയ്യുന്ന മുഹദ്ദിസീങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇവരുടെ ഈ ഒരു കണ്ടിന്യൂഡ് ഹദീസ് ട്രാൻസ്മിഷൻ ഈവൻ ആഫ്റ്റർ കാനൈസേഷൻ എന്നുള്ളതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ പല രീതിയിൽ കൊടുക്കുക.